നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോട്ടിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ നാം ഇന്നൊരു പക്ഷേ ഉണർന്നെണീറ്റപ്പോൾ മുതൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പേരായിരിക്കാം അത്. പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശിച്ച ജമ്മു കാശ്മീരിലും തീവ്രവാദ സംഘടനകളുടെ കോട്ടകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഒരു സുപ്രധാന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. കശ്മീരിലെ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ചുട്ട മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. നമ്മുടെ സഹോദരിമാരുടെയും അമ്മമാരുടെയും നെറ്റിയിലെ സിന്ദൂരം മായ്ക്കാനിടയാക്കിയ സംഭവമായിരുന്നു പഹൽഗാമിലേത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഇതിലും മികച്ച പേരിനി നൽകാനില്ല. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. തീർച്ചയായും നമ്മുടെ സേനാ അംഗങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻ വിജയകരമായി അവസാനിച്ചത്. എന്നാൽ നമ്മൾ പോകുന്നത് ഈ ഒരു ഓപ്പറേഷൻ വിജയകരമായി നടത്താൻ സഹായിച്ച അധികം മുഴങ്ങിക്കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു പേരിലേക്കാണ്. ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങൾ അഥവാ അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ. ഈ ഓപ്പറേഷനിൽ 9 തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സായുധ സേന അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക കൃത്യതയുള്ള ആക്രമണ ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ആക്രമണങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ മണ്ണിൽ നിന്നാണ് നടത്തിയത്. ഇൻ്റലിജൻസ് ഏജൻസികൾ ആക്രമണങ്ങൾക്ക് കൃത്യമായ കോർഡിനേഷൻ നൽകി. ഫോക്കസ്ഡ്, മെഷേർഡ് ആൻഡ് നോൺ എസ്കലേറ്ററി, അതായത് കേന്ദ്രീകൃതവും അളന്നു തിരിച്ചതും വ്യാപിക്കാത്തതും എന്നതാണ് ഈ ഒരു ഓപ്പറേഷനെ വിശേഷിപ്പിച്ചത്. പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾ ഒഴിവാക്കുകയും അതേസമയം ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ സംഘടനകളുമായി ബന്ധപ്പെട്ട തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകമായി ലക്ഷ്യം വെക്കുകയും ചെയ്തു എന്നതാണ്. ഇനി അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ചാവേർ ഡ്രോണുകൾ, കമിക്കാസെ ഡ്രോണുകൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന ഡ്രോണുകൾ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന അലഞ്ഞു തിരിയുന്ന യുദ്ധ ഉപകരണങ്ങൾ ആധുനിക യുദ്ധ സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന പരിണാമത്തെ പ്രതിനിധീകരിക്കുന്നു. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ തിരിച്ചറിയുന്നതിനും ആക്രമിക്കുന്നതിന് മുമ്പ് ദീർഘനേരം ലക്ഷ്യപ്രദേശങ്ങളിൽ ചുറ്റിത്തിരിയുന്നതിനുമാണ് ഈ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത ഫ്ലൈറ്റ് പാതകളിലൂടെ നിശ്ചയിച്ച കോർഡിനേഷനുകളിലേക്ക് പറക്കുന്ന പരമ്പരാഗത മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങൾ ആളില്ലാ ആകാശവാഹനങ്ങളുടെ നിരീക്ഷണ ശേഷികളുടെയും പ്രിസിഷൻ ഗൈഡഡ് ആയുധങ്ങളുടെ വിനാശകരമായ ശക്തിയെയും സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. മറ്റ് ആയുധ സംവിധാനങ്ങളിൽ നിന്ന് ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങളെ വേർതിരിക്കുന്ന അടിസ്ഥാന സ്വഭാവം ഉചിതമായ ലക്ഷ്യങ്ങൾക്കായി തിരയുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളോളം ലക്ഷ്യപ്രദേശത്ത് ലോയിറ്ററിംഗ് ചെയ്യാനുള്ള അവയുടെ കഴിവ് തന്നെയാണ്. ഈ കഴിവ് സൈനിക കമാൻഡർമാർക്ക് അഭൂതപൂർവമായ വഴക്കം നൽകുന്നു. ഇത് ഹ്രസ്വമായി മാത്രം ദൃശ്യമാകുന്നതോ പ്രവചനാതീതമായി നീങ്ങുന്നതോ ആയ ലക്ഷ്യങ്ങളെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവയെ ട്രാക്ക് ചെയ്യാനും അവയെ ആക്രമിക്കാനും അനുവദിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ആക്രമണങ്ങൾ പറക്കലിൻ്റെ മധ്യത്തിൽ പരിഷ്കരിക്കാനോ ആവശ്യമെങ്കിൽ പൂർണ്ണമായും നിർത്തലാക്കാനോ കഴിയും. കൊളാറ്ററൽ നാശനഷ്ടങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും സ്ട്രൈക്ക് ഫലങ്ങളിൽ ഓപ്പറേറ്റർമാർക്ക് കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്യുന്നു. ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങളെ മറ്റ് ആയുധ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി പ്രധാന വ്യത്യാസങ്ങൾ ഉയർന്നു വരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലേക്ക് ദീർഘദൂര അതിവേഗ പറക്കലിനായി പ്രാഥമികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ക്രൂയിസ് മിസൈലുകളിൽ നിന്ന് വ്യത്യസ്തമായി ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങൾ എൻഡ്യൂറൻസിനും ലക്ഷ്യ ഏറ്റെടുക്കൽ കഴിവുകൾക്കും മുൻഗണന നൽകുന്നു എന്നതാണ്. ക്രൂയിസ് മിസൈലുകൾക്ക് സാധാരണയായി പരിമിതമായോ ഇല്ലാത്തതോ ആയ ലോയിറ്ററിംഗ് ശേഷിയും നിയന്ത്രിത സെൻസർ പാക്കേജുകളുമുണ്ട്. നേരെമറിച്ച് പരമ്പരാഗത ആളില്ലാ യുദ്ധ ആകാശവാഹനങ്ങൾക്ക് വിവിധ പേലോഡുകൾ വഹിക്കാൻ കഴിയുമെങ്കിലും അവ ഒന്നിലധികം ദൗത്യങ്ങൾക്കും വീണ്ടെടുക്കലിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ചില സിസ്റ്റങ്ങൾ വളരെ ചെറുതാണ്, ഒരു ബാക്ക് പാക്കിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയുന്ന അത്രയും ചെറുത്. അതേസമയം വലിയ വകഭേദങ്ങൾക്ക് 100 കിലോഗ്രാമിൽ കൂടുതൽ ഭാരം വരാം. ലക്ഷ്യ തിരിച്ചറിയലിനായി പകൽ രാത്രി മോഡുകളുള്ള ക്യാമറകൾ സജ്ജീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തത്സമയ നിയന്ത്രണത്തിനും ഇമേജറി ട്രാൻസ്മിഷനുമുള്ള ഡാറ്റ ലിങ്കുകൾ, GPS നാവിഗേഷനും ലക്ഷ്യ സ്ഥാനനിർണയ സംവിധാനങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ത്യയുടെ ഈ ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങളുടെ ആയുധ ശേഖരത്തെക്കുറിച്ച് പരിശോധിക്കാം. IAI ഹാരോപ്പ്
ഇസ്രായേൽ നിർമ്മിത IAI ഹാരോപ്പ് ഇന്ത്യയിലെ ഏറ്റവും സങ്കീർണമായ ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണ സംവിധാനങ്ങളിൽ ഒന്ന് തന്നെയാണ്. 2009 മുതൽ ഇന്ത്യ ഈ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ചു വരുന്നു. 2019 ഫെബ്രുവരി ആയപ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചു. നിലവിലുള്ള 110 യൂണിറ്റുകളുടെ ശേഖരത്തിലേക്ക് 54 ഹാരോപ്പ് ഡ്രോണുകൾ കൂടി ചേർത്തു. ഇന്ത്യ ഇതിനെ P4 എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. അടുത്തത് തദ്ദേശീയമായി നിർമ്മിച്ച നാഗാസ്ത്ര 1. പ്രതിരോധ സാങ്കേതികവിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പിൽ ഇന്ത്യ അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് വഴി സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ആദ്യത്തെ തദ്ദേശീയ അലഞ്ഞുതിരിയൽ യുദ്ധ ഉപകരണമായ നാഗാസ്ത്ര 1 വികസിപ്പിച്ചെടുത്തു. അടിയന്തര സംഭരണ സംരംഭത്തിന്റെ ഭാഗമായി ഈ സംവിധാനങ്ങളിൽ 480 എണ്ണം വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യൻ സൈന്യം EELനെ കരാർ ചെയ്തു. വിജയകരമായ പരീക്ഷണത്തിന് ശേഷം 120 യൂണിറ്റുകളുടെ ആദ്യ ബാച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷിയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് നാഗാസ്ത്ര 1. നാഗാസ്ത്ര 1ന്റെ ഒരു സവിശേഷത അതിൻ്റെ പാരച്യൂട്ട് വീണ്ടെടുക്കൽ സംവിധാനമാണ്. ഇത് ഓപ്പറേറ്റർമാർക്ക് പറക്കലിൻ്റെ മധ്യത്തിൽ ദൗത്യങ്ങൾ നിർത്തലാക്കാനും ആളില്ലാ ആകാശവാഹനങ്ങൾ വീണ്ടെടുക്കാനും ഭാവി പ്രവർത്തനങ്ങൾക്കായി വീണ്ടും വിന്യസിക്കാനും കഴിയുമെന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിജയകരമാക്കി തീർക്കാൻ ഈ ലോയിറ്ററിംഗ് യുദ്ധ ഉപകരണങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. കേന്ദ്രീകൃതവും അളന്നുതിരിച്ചതും വ്യാപനരഹിതവുമായ പ്രതികരണം ഉറപ്പാക്കുക എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് ഈ ആയുധങ്ങളുടെ കൃത്യത നിർണായകമായിരുന്നു. പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ തീവ്രവാദ സംഘടനകളെ ഫലപ്രദമായി ലക്ഷ്യം വെക്കുന്നതിനോടൊപ്പം ഇന്ത്യ സംയമനം പാലിക്കുകയും ചെയ്തു എന്നത് എടുത്തു പറയാതെ വയ്യ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.